തിരുവനന്തപുരത്തിന്റെ പ്രതാപകാലമെന്നാൽ ചാല മാർക്കറ്റ് കൂടി ഉൾപ്പെടുന്നതാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ലഭിക്കുന്ന വിപണന കേന്ദ്രം. ഇന്ന് കച്ചവട രീതികളൊക്കെ മാറിയെങ്കിലും തിരുവനന്തപുരത്തിന്റെ അടയാളമായി ഈ ചാല മാർക്കറ്റ് ഇങ്ങനെ നിലകൊള്ളുകയാണ്. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ആളുകൾ വരുന്നത് കുറയുകയും വിലക്കയറ്റം കൂടുകയും ഒക്കെ ചെയ്തത് വലിയ പ്രതിസന്ധിയാവുന്നുണ്ട്. എങ്കിലും നമുക്ക് ചാല മാർക്കറ്റ് മൊത്തത്തിലൊന്ന് നടന്നു കണ്ടിട്ട് വരാം. മേഘനാപുരിലേക്കൊക്കെ. ഹലോ, നമസ്കാരം. തലസ്ഥാനത്തിന്റെ തലയെടുപ്പായ ശ്രീ പത്മനാഭന്റെ മുന്നിലാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ചാല മാർക്കറ്റിലേക്ക്. മീറ്ററുകൾ അപ്പുറം മാത്രമാണ് ദൂരം. തിരുവനന്തപുരംകാർക്ക് ഈ ക്ഷേത്രം പോലെ തന്നെ ചാല മാർക്കറ്റും അഭിമാനമാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇറങ്ങി ഗാന്ധി പാർക്കിനും KSRTC ഗ്യാരേജിനും ഇടയിലുള്ള സ്ഥലത്താണ് ചാല മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. കിള്ളിപ്പാലത്തും കിഴക്കേക്കോട്ടയിലുമുള്ളവർക്ക് നമ്മളെപ്പോലെ നടന്നു വരാം. ഇടുങ്ങിയ 2 കിലോമീറ്റർ ദൂരം. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഇന്നത്തെ ചാല. അന്നും ഇന്നും ചാലയ്ക്ക് എന്തൊരു ചേലെന്നറിയുമോ? ഇല്ല, ഒരു മാറ്റമില്ല. ചാല പണ്ട് പുരാതന പോലെ അതേ ഇരിക്കുക, അതേ കണക്കിൽ. നല്ല തിരക്കായിരുന്നു. കാളം ഇതായിരുന്നു, ചരക്കെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. റോഡെല്ലാം നല്ല ഇതായിരുന്നു, കച്ചവടമെല്ലാം നല്ല കച്ചവടമായിരുന്നു. ചെറുതായി ഒന്നിരുന്ന പുതിയ കെട്ടിടങ്ങളുണ്ട്, ബാക്കിയെല്ലാം പഴയ കെട്ടിടങ്ങളായിരുന്നു. ഈ സൈഡിലിരിക്കുന്നത് 2 സൈഡിലിരിക്കുന്നതെല്ലാം പഴയ കെട്ടിടങ്ങളായിരുന്നു. ചരിത്രം പലതു പറയുന്നുണ്ട് ചാലയെക്കുറിച്ച്. ഗാന്ധിജി ദേശീയ വികാരമായി മാറിയ കാലഘട്ടം. ഈ മാർക്കറ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഗാന്ധിജിയെ കാണാൻ ബേപ്പൂരിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. ആ യാത്ര ചെന്നവസാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അകത്തളത്തിലേക്ക്. ആ ചെറുപ്പക്കാരന്റെ പേര് സാക്ഷാൽ കാമാക്ഷി രാജ്. ഒരു കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രി. കാലഘട്ടം പലതു മാറി. കച്ചവടത്തിനും കമ്പോളത്തിനും പുതിയ രീതികൾ വന്നു. ഹൈപ്പർ മാർക്കറ്റുകളും ഡോർ ടു ഡോർ സംവിധാനങ്ങളും എത്തി. ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. പക്ഷേ ചാലയുടെ പ്രതാപത്തിന് ഒട്ടും കുറവില്ല. മാർക്കറ്റിൽ ആളില്ല, സാധനം വാങ്ങിക്കാൻ ആളില്ല. പണ്ട് നല്ല കച്ചവടമായിരുന്നു, ഇപ്പം വളരെ മോശം. കുറച്ച് സാധനങ്ങളൊക്കെ വിലകൾ കൂടുതൽ. ആളില്ല, മാർക്കറ്റിനകത്ത് ആളില്ല. പല മേഖലകളിലൊക്കെ പോകുന്നതുകൊണ്ട് മാർക്കറ്റിൽ ആൾ കുറവ്. മാർക്കറ്റിൽ ആളുണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വിളിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ആൾ കുറവ്, അതുകൊണ്ടാണ് കച്ചവടം കുറവെന്ന് പറയുന്നത്. എത്രയെത്ര മനുഷ്യർക്കാണ് ഈ ബസാർ തൊഴിൽ നൽകുന്നത്. മാർക്കറ്റില്ലാതെ ജനങ്ങൾക്ക് എന്താഘോഷം. പലരുടെയും ജീവിതവും സഹനവും അതിജീവനവും കൊണ്ട് പടുത്തുയർത്ത ചാല എന്ന് പറഞ്ഞവസാനിപ്പിക്കാം. ക്യാമറമാൻ രഞ്ജിസ് ഫ്രാൻസിസിനും അനന്തുവിനുമൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.